ഈ ഒറ്റ ബുക്കാണ് എൻ്റെ എൻ്റയർ ലൈഫ് മാറ്റിയത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, സാധാ ഒരു നോട്ട് ബുക്ക് നമ്മളെ എൻ്റയർ ലൈഫ് മാറ്റാൻ പറ്റുമെന്ന്. യെസ്, ഞാൻ പറഞ്ഞുതരാം. ഈ ബുക്കിൽ ഞാൻ എന്തൊക്കെയാണ് എഴുതിയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡേറ്റ് 3/5/2026, ഹെഡിങ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. കണ്ടന്റ്: ടുഡേ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഐ ate 3 times good foods. Today I am grateful for I completed my all tasks and works. Today I am grateful for I spent so much time with my family. Today I am grateful for I had good food, good water, better energy and no illness. ഇതാണ് എൻ്റെ ജേർണലിംഗ് ബുക്ക്. ഞാൻ അപ്പോൾ വായിച്ചത് ഈ കഴിഞ്ഞ മെയ് മാസം 3-ാം തീയതി ഞാൻ എഴുതിയ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആണ്. ഞാൻ എല്ലാ ദിവസവും കടക്കണതിന് മുന്നേ രാത്രി ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എഴുതലുണ്ട്. അന്നത്തെ ദിവസം എന്ത് സംഭവത്തിലാണോ ഞാൻ താങ്ക്ഫുൾ ആയത്, ഗ്രേറ്റ്ഫുൾ ആയത്, അതിനെക്കുറിച്ച് ഞാൻ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ജസ്റ്റ് ഒന്ന് ബ്രീഫ്ലി എഴുതും. അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ആക്കാനുള്ള കാരണം. അല്ലാതെ ഈ ഒരു ബുക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞ മാതിരി ഈ ഒരു ബുക്ക് മാത്രമല്ല, ഈ ബുക്കിൻ്റെ ഉള്ളിൽ എഴുതിയ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, ആ ഒരു ഹാബിറ്റ് കൊണ്ടാണ് എൻ്റെ ലൈഫ് എനിക്ക് മാറ്റാൻ വേണ്ടി പറ്റിയത്. സോ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് എങ്ങനെ ജേർണലിംഗ് ചെയ്യാം ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് ജേർണലിംഗ് ചെയ്യുന്നത്, ദി ബെനിഫിറ്റ് ഓഫ് ജേർണലിംഗ് ആൻഡ് എത്ര ടൈപ്പ് ഓഫ് ജേർണലിംഗ് ഉണ്ട് എന്ന്. വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഐ മുബഷിർ ആൻഡ് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് യങ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വീഡിയോസാണ്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അതിൽ ഫസ്റ്റത്താണ് എങ്ങനെ ജേർണലിംഗ് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എങ്ങനെ ചെയ്യാമെന്ന്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ദിവസത്തിലെ ഒരു ഗ്രേറ്റ്ഫുൾ ആയ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു താങ്ക്ഫുൾ ആയ സംഭവത്തെ ഒരു നോട്ടിലോ ഒരു സിസ്റ്റത്തിലോ എഴുതുക. അതിനെക്കുറിച്ചാണ്ട് ഗ്രേറ്റ്ഫുൾ ആയിങ്ങാണ്ട് എഴുതുക. വെറും അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യല്ല, അതുണ്ട് ഇതുണ്ട് ആ ഒരു സംഭവം ഗ്രേറ്റ്ഫുൾ ആയിക്കാണ്ട് നമ്മൾ താങ്ക്ഫുൾ ആയിക്കാണ്ട് തിങ്ക് ചെയ്യല്ല. താങ്ക്ഫുൾ ആവണത് നമ്മൾ എഴുതിങ്ങാണ്ട് എഴുതുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ന് 3 നേരം ഞാൻ ഫുഡ് കഴിച്ചു, അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ച വർക്കുകൾ എനിക്ക് നല്ല രീതിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ ഉദ്ദേശിച്ച ആ ഒരു പോർഷൻസ് കാര്യങ്ങൾ, റിവിഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റി, അല്ലെങ്കിൽ ഇന്നത്തെ ടൈമിൽ എനിക്ക് നല്ല രീതിയിൽ ഫാമിലീൻ്റെ ഒപ്പം അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ അതായത് എന്തൊരു ചെറിയ വിന്നാണെങ്കിൽ പോലും അന്ന് ഗ്രേറ്റ്ഫുൾ ആയ ഒരു സംഭവത്തെ കുറിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ഒരു താങ്ക്ഫുൾ ആയിക്കൊണ്ട് നിങ്ങൾ റൈറ്റ് ചെയ്യുക, എഴുതുക. അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എന്താണ് ജേർണലിംഗ് എങ്ങനെ എഴുതാമെന്ന് ഏകദേശം ഒരു ഐഡിയ ഇട്ടേക്കും. ഞാൻ പറഞ്ഞുതരാം എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യണമെന്ന്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ ലൈഫിൽ ഇപ്പോൾ എന്തില്ല എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം എന്തുണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് താങ്ക്ഫുൾ ആവുക. എസ്പെഷ്യലി നമ്മളിപ്പോഴത്തെ മോഡേൺ സൊസൈറ്റിയിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് നമ്മളെ ലൈഫ് ഓരോ ലൈഫായിട്ട് മറ്റുള്ള ആൾക്കാരുടെ ലൈഫ് വെച്ചിട്ട് നമ്മൾ ഫുള്ള് കമ്പാരിസൺ നടത്തണം. അതായത് ഓരോ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഹാപ്പിനെസ് ആയ സ്റ്റോറി പോസ്റ്റൊക്കെ കണ്ടിട്ട് നമ്മളെ ലൈഫിനെ ബാഡായി നമ്മളെ ലൈഫിനെ നമ്മൾ തന്നെ ഹെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിൻ ഒരു അവയർനെസ് കിട്ടും. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെ ഉണ്ട്, നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റഫുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ഇല്ലേ, ആ സംഭവത്തിനെ കുറിച്ച് നമ്മളെ ബ്രെയിൻ ഒരു ക്ലാരിറ്റി കിട്ടും. ബ്രെയിൻ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെ ലൈഫ് സെറ്റാണ്, നമ്മളെ ലൈഫിൽ ബെറ്ററാണ്, നമുക്ക് കുറേ സംഭവങ്ങൾ ആ ലൊക്കേഷൻ സംഭവങ്ങളൊക്കെ നമുക്ക് റിസോഴ്സസൊക്കെ കുറേ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളൊരു ക്ലാരിറ്റി നമ്മളെ ബ്രെയിനിന് കിട്ടുമ്പോൾ എന്താവും, ഈ ഒരു മെൻ്റലി ഫ്രസ്ട്രേഷൻ ആ ഫുള്ള് കമ്പാരിസൺ ചെയ്ത് നമ്മളെ തന്നെ ലൈഫിനെ ഹെയ്റ്റ് ചെയ്യാതെക്കും. അതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങിൻ്റെ ബെനിഫിറ്റ്. അതായത് നമ്മൾ ഡെയിലി ഇങ്ങനെ താങ്ക്ഫുൾ ആകുമ്പോൾ എനിക്ക് ഇതുണ്ട്, ഞാൻ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു, എനിക്ക് നല്ല ഡ്രസ്സ് ഉണ്ട്, നമ്മൾ ഉള്ളതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളെ ബ്രെയിൻ അതായിട്ട് അഡാപ്റ്റ് ആവാൻ തുടങ്ങും. ആൻഡ് നമ്മുടെ ലൈഫിൽ ഒന്നുകൂടി ഹാപ്പിനെസ് നല്ല രീതിക്ക് ലോങ് ടൈമായി നിൽക്കാനും സഹായിക്കും. ഇനി അടുത്തായിട്ട് ഞാൻ പറഞ്ഞുതരാം എത്ര ടൈപ്പ് ഓഫ് ജേർണലിംഗ് ഉണ്ടെന്ന്. മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന 3 ടൈപ്പ് ഓഫ് ജേർണലിംഗ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ ടൈപ്പ് ഓഫ് ജേർണലിംഗ് കാണാൻ പറ്റും. ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു 3 ഞാൻ പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റത്താണ് നമ്മളിതിൽ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. അതായത് ഒരു ദിവസത്തിൽ ഏതൊരു ദിവസത്തിലും നമ്മൾ താങ്ക്ഫുൾ ആയ ഒരു സംഭവത്തെ കുറിച്ച് എഴുതുക. അതിൽ രണ്ടാമത്താണ് റിഫ്ലക്റ്റീവ് ജേർണലിംഗ്. അതായത് നമ്മളെ ഡിസിഷന്, നമ്മളെ ഇമോഷൻസ്, നമ്മൾ ഒരു സംഭവം ചെയ്യാൻ ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടി പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങിയേക്കും. അപ്പോൾ അതിനൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യണ നിലക്ക് എന്ത് ചെയ്യുക, റിഫ്ലക്റ്റ് അടിക്കുക. അതായത് നമ്മൾ എടുത്ത ഡിസിഷൻസ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്, പ്ലാനും നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്, ഇതൊക്കെ നമ്മൾ ആക്ച്വലി അവിടേക്ക് എത്തിക്കുമോ, അല്ലെങ്കിൽ നമ്മളെ പ്രോഗ്രസ് എത്രയാണ്, ഇതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു റിഫ്ലക്റ്റ് അടിക്കാൻ വേണ്ടിയുള്ള ജേർണലിംഗ് ചെയ്യാം. അതുപോലെ തന്നെ 3ാമത്തെ ടൈപ്പാണ് ഡ്രീം ജേർണലിംഗ്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ഗോളോ അല്ലെങ്കിൽ ഒരു ഡ്രീമോ ഉണ്ടാവും. ആ ഒരു ഇന്ന ഡെസ്റ്റിനേഷനിലേക്ക്, ഇന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുക, ആ ഒരു ഗോൾ ഉണ്ടാവും. അപ്പോൾ ആ ഗോളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഡ്രീം ജേർണൽ ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്ക് ആഗ്രഹിച്ച ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുമല്ലോ, ഇന്ന കാറ്, ഇന്ന വീട്, ഇന്ന സാലറി, ഇന്ന ജോബ്,
അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് ബിസിനസ് കണ്ടന്റ് ക്രിയേഷൻ, നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ട് നമ്മളൊരു ദിവസം എങ്ങനെ ആയിരിക്കും, അതിനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ജേർണൽ ചെയ്യുക. അതാണ് ഈ ഡ്രീം ജേർണലിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് ഞാൻ പറഞ്ഞ മാതിരി ഇതാണ് ഞാൻ ചെയ്യൽ. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് സ്ഥിരമായിട്ട് ചെയ്യും. അതുപോലെ തന്നെ റിഫ്ലക്റ്റീവ് ജേർണലിംഗ് വീക്കിലൊക്കെ ചെയ്യൽ. എൻ്റെ പ്രോഗ്രസ് എവിടെ എത്തി, ഞാൻ വർക്ക് ചെയ്യണത് നല്ല റൂട്ട് കൂടെ തന്നെയാണ് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡ്രീം ജേർണലിംഗ് എപ്പോഴേലൊക്കെ ഒരു മാസത്തിലൊക്കെ നമ്മൾ അവിടെ എത്തുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതായത് നമ്മളെ ഗോളിൽ ചേരുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രീം ജേർണലിംഗ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടി നമ്മളെ ഗോൾസിന് വേണ്ടി വർക്ക് ചെയ്യാൻ നമ്മൾ തന്നെ പുഷ് ചെയ്യും. സോ അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിൽ ഡൗട്ട് കാരണം എവിടെ ജേർണൽ എഴുതണം. നമുക്ക് മെയിനായിട്ട് 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന് നമ്മൾ നോർമലി ചെയ്യണ മാതിരി ഒരു ബുക്ക് ഒരു പാൻ എടുത്താണ് നമ്മൾ സാധാരണ റൈറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്താണ് നമുക്ക് സിസ്റ്റത്തിൽ ലാപ്പോ കമ്പ്യൂട്ടർ അതിലൊക്കെ ചെയ്യാം. ഇത് ഏതിലായാലും നിങ്ങൾ അതിൽ ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ പർപ്പസ് ഒന്നുള്ളൂ, ഒരിക്കലും ഇതിനെക്കുറിച്ച് തിങ്ക് ചെയ്തിട്ട് നമ്മൾ കാര്യമില്ല. എനിക്കതുണ്ട്, എനിക്കിതുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ഫുഡ് ഉണ്ട്, ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്, എൻ്റെ ലൈഫ് ഞാൻ ആരും കമ്പാരിസൺ ചെയ്യണില്ല, ഞാൻ ബെറ്റർ ആണെന്ന് ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ പോലും നിങ്ങളെ ബ്രെയിനിൽ അത് അധികം നേരം സ്റ്റോർ ആവില്ല. അപ്പോൾ വീണ്ടും നിങ്ങൾ കമ്പാരിസണിലോട്ട് പോകും, നിങ്ങളുടെ ലൈഫ് വീണ്ടും ഹെയ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇൻസൈഡ് അതിനെന്ത് ചെയ്യുക, നമ്മൾ എഴുതുക, ഡെയിലി എഴുതുക. സിസ്റ്റത്തിലാണെങ്കിൽ മേ ബി സിസ്റ്റത്തിലാവും. അതുപോലെ തന്നെ നമുക്ക് സാധാ ബുക്കിൽ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. പിന്നെ ഞാൻ ഫാൻറ്റസി ബുക്കൊന്നും വേണ്ടി ഇതിന് വാങ്ങലില്ല. ഒരു വട്ടം വാങ്ങിനു ഈ ജേർണലിംഗ് വേണ്ടിയിട്ട്. കസ്റ്റമൈസ് ചെയ്തുള്ള ബുക്ക് ഉണ്ട്, ജേർണലിംഗ് എഴുതാനായിട്ടുള്ള ബുക്കാണ്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വാങ്ങിയപ്പോൾ എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ഞാൻ അപ്പോൾ ഈ ഫാൻറ്റസി ബുക്കിനോടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി കാണിച്ചത്, ഞാൻ അതിനുള്ള ഉള്ളിൽ എഴുതുന്ന സംഭവത്തിന് ഞാൻ ക്വാളിറ്റി കൊടുക്കാതായി. സോ ഇപ്പം ഞാൻ സാധാരണ വീട്ടിൽ എഴുതില്ല, അതിലെന്ത് ചെയ്യും, എഴുതുന്ന സംഭവത്തിൽ ക്വാളിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. സോ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്താൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. സീ യു ഇൻ ദി അനദർ വീഡിയോ.